ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശ വാർത്തകൾ. ന്യൂയോർക്ക് കീഴടക്കി മന്ദാനി. മേയറാകുന്ന ഇന്ത്യൻ വംശജൻ. ട്രംപിന് കനത്ത തിരിച്ചടി. യുഎസിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിൽ മേയറായി ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി സുഹ്റാൻ മന്ദാനി 34 വയസ്സ് വിജയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻഡ്രൂ കുമോയെയാണ് മന്ദാനി പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ വംശജയായ പ്രമുഖ സിനിമാ സംവിധായിക മീര നായരുടെയും യുഗാണ്ടൻ എഴുത്തുകാരൻ മെഹമ്മൂദ് മന്ദാനിയുടെയും മകനാണ് സുഹ്റാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളുടെ കടുത്ത വിമർശകനായ മന്ദാനിയുടെ ജയം ട്രംപിന് കടുത്ത തിരിച്ചടിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കർട്ടിസ് സ്ലിവ മത്സരിച്ചെങ്കിലും ട്രംപ് കുമോയെയാണ് പിന്തുണച്ചിരുന്നത്. ട്രംപിൻ്റെ നയങ്ങളോടുള്ള വിധിയെഴുത്താകും ന്യൂയോർക്ക് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. മന്ദാനി വിജയിച്ചാൽ അത് നഗരത്തിന് വിപത്താകുമെന്നും നഗരത്തിനുള്ള ഫെഡറൽ സഹായം നിലച്ചേക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളായ അബിഗേൽ സ്പാൻബർഗർ വിർജീനിയ ഗവർണറായും മിക്കി ഷെറിൽ ന്യൂജേഴ്സി ഗവർണറായും തിരഞ്ഞെടുക്കപ്പെട്ടു. ആർട്ടിസ്റ്റായ റമ ദുവാജിയാണ് ഭാര്യ. ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ സുഹ്റാൻ മന്ദാനിയുടെ പ്രചാരണത്തിന് പ്രധാനമായും ഫണ്ട് നൽകിയത് ഹമാസ് ബന്ധം സംശയിക്കുന്ന സംഘടനയിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തി രാഷ്ട്രീയ ഉപദേഷ്ടാവ്. കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻ ആണ് മന്ദാനിക്ക് ഫണ്ട് നൽകിയ പ്രധാന സംഘടനയെന്നാണ് മന്ദാനിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായ പലസ്തീൻ അമേരിക്കൻ ആക്ടിവിസ്റ്റായ ലിൻഡ സെർസൂർ വെളിപ്പെടുത്തിയത്. തീവ്രവാദ സംഘടനയായ ഹമാസുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ സൂക്ഷ്മ പരിശോധന നേരിടുകയാണ് CASR. ഡെമോക്രാറ്റ് നോമിനിയായ മന്ദാനിയാണ് മേയർ മത്സരത്തിൽ മുന്നിട്ട് നിന്നതും വിജയിച്ചതും. തിരഞ്ഞെടുപ്പ് കാലയളവിൽ ലഭിച്ച ഏകദേശം $30 ലക്ഷം സംഭാവനയിൽ നിന്ന് പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി PAC ആയ യൂണിറ്റി ആൻഡ് ജസ്റ്റിസ് ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായുള്ള മന്ദാനി അനുകൂല PAC ആയ ലോവർ കോസ്റ്റിന് $120,000 ഏകദേശം $1 കോടിയിലധികം രൂപ നൽകിയതായി രേഖകൾ സൂചിപ്പിക്കുന്നു. ഹമാസ് ധനസഹായം നൽകുന്നുണ്ടോ എന്ന കാര്യത്തിൽ CAIR അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങളും പുറത്ത് വിട്ടത്. അന്വേഷണം നേരിടുന്ന ഒരു സംഘടനയിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതായാണ് മന്ദാനിയുടെ മേൽ ഉയർന്നിട്ടുള്ള ആരോപണം. മന്ദാനിയുടെ രാഷ്ട്രീയത്തിലെ പെട്ടെന്നുള്ള വളർച്ചയെക്കുറിച്ചും കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസിൽ CAIR നിന്ന് മന്ദാനിക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വെളിപ്പെടുത്തിയേക്കുമെന്ന് തിങ്കളാഴ്ച പുറത്തുവിട്ട മറ്റൊരു വീഡിയോയിൽ ലിൻഡ സൂചന നൽകിയതായി ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. മന്ദാനി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ തൻ്റെ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് തീവ്ര പ്രതികരണമുണ്ടാകുമെന്ന് ലിൻഡ ഉറപ്പിച്ചു പറഞ്ഞതായും റിപ്പോർട്ട്. മന്ദാനിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവും അടുത്ത സുഹൃത്തുമാണ് 45-കാരിയായ ലിൻഡ സെർസൂർ. ജൂണിൽ നടന്ന ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മുൻ ഗവർണർ ആൻഡ്രൂ ക്യുമോയെ പരാജയപ്പെടുത്തിയ മന്ദാനി ചൊവ്വാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ നിലവിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ക്യുമോയെയും റിപ്പബ്ലിക്കൻ നോമിനി കർട്ടിസ് സ്ലിവയെയുമാണ് നേരിട്ട് പരാജയപ്പെടുത്തിയത്.